നമസ്കാരം. ഈ ആത്മാക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടുണ്ടോ? എൻ്റെ ചെറുപ്പത്തിൽ ഇരുന്ന സംഭവമാണ്. ഞാനൊരു വീട്ടിൽ പോയപ്പോൾ ഒരു വീട്ടിലെ ഫംഗ്ഷന് വേണ്ടി പോയാണ്. അപ്പോൾ ആ വീട്ടിലിങ്ങനെ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിൽ അതിൻ്റെ ഭക്ഷണം കഴിക്കാറായ സമയത്ത് അവിടുത്തെ ഏറ്റവും പ്രായമുള്ള ആൾ ചോദിച്ചു, ഭക്ഷണം കൊടുത്തോ എന്ന രീതിയിൽ ഇങ്ങനെ ചോദിച്ചു. ഇപ്പോൾ പഴയ കാലത്തൊക്കെ ഇതിനെ വെച്ചുവിട്ടെന്നൊക്കെ വേണമെങ്കിൽ പറയുന്നത് എനിക്ക് തോന്നുന്നു. ചില സ്ഥലത്തൊക്കെ ഓരോ രീതിയിലാണ് പറയുന്നത്. അപ്പം ആ വീട്ടിലെ മരിച്ചുപോയ അപ്പനും അമ്മയും ഉള്ളൊരു വീടാണ്. അപ്പോൾ ഈ പ്രായമായ വ്യക്തി അടുക്കളയിൽ ചെല്ലുന്ന ഒരു പാത്രം എടുക്കുന്നു, ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭക്ഷണങ്ങളും കുറച്ച് എടുക്കുന്നു, എന്നിട്ട് ഒരു ഗ്ലാസ് മദ്യം എടുക്കുന്നു. ഈ അപ്പച്ചനും അമ്മച്ചിയും മരിച്ച മുറിയിലേക്ക് ഈ പുള്ളിക്കാരൻ കയറി പോകുന്നു. ആ മുറി മൊത്തം ഇരുട്ടാണ്. അവിടെ അവരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഒരു നിലവിളക്ക് കത്തിച്ചിട്ടുണ്ട്. ആ ടേബിളിൽ കൊണ്ടുവന്ന് ഈ ഭക്ഷണം ഈ പാത്രം കൊണ്ട് വെക്കുന്നു, ഈ മദ്യത്തിൻ്റെ ആ ഒരു ഗ്ലാസ് കൊണ്ട് വെക്കുന്നു, പുറത്തിറങ്ങി മുറി അടയ്ക്കുന്നു. ഈ സംഭവം നടക്കുമ്പോൾ എനിക്ക് കൂടി പോയി കഴിഞ്ഞാൽ ഞാൻ 2ലോ 3ലോ പഠിക്കുന്ന സമയമാണ്. നമുക്കൊന്നാമത് നേരെ ഇരുട്ടത്ത് നിന്നാക്കാൻ പേടിയാണ്. ഈ മരിച്ച ആൾക്കാരുടെ മുറിയിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ആകപ്പാടെ പേടി നിൽക്കുകയാണ്. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പം ഇതേ പ്രായമായ വ്യക്തി വീണ്ടും മുറിക്കകത്ത് കയറുന്നു. അദ്ദേഹം തിരിച്ചിറങ്ങി വരുമ്പം പാത്രത്തിൽ ഒന്നുമില്ല, ഭക്ഷണമൊന്നുമില്ല, ഗ്ലാസ്സിൽ നിറച്ചിട്ട് മദ്യ ഗ്ലാസ് ഒന്നുമില്ല. ഞാൻ ശരിക്കും പേടിച്ചു. കാരണം നമ്മൾ ഉറപ്പായിട്ട് വിചാരിക്കുക അകത്തിരിക്കുന്ന ഒരു ആത്മാക്കൾ വന്ന് കഴിച്ചാണെന്നുള്ള പേടി. പിന്നെ എല്ലാ വർഷവും ഈ പരിപാടി ഇങ്ങനെ റിപ്പീറ്റായിട്ട് പോകുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ പോകുമ്പോൾ ഈ സംഭവം നടക്കുന്നുണ്ട്. നമുക്ക് പേടിയാണ്. നമുക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടും. നിങ്ങൾക്കിപ്പോൾ കാര്യം കേൾക്കുമ്പോൾ വളർന്നോളന്ന് വന്നപ്പോൾ ഈ പ്രായമായ വീട്ടിലെ വ്യക്തിക്ക് തന്നെ ഈ പ്ലേറ്റും സാധനം എടുത്തുകൊണ്ട് പോകാൻ വയ്യ എന്നൊരു നിലയിലേക്ക് എത്തി. ആ സമയം ഞാൻ ഏകദേശം എനിക്കൊന്ന് കോളേജിലോ +2ലോ പഠിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ വന്നേ, നീ ഈ പ്ലേറ്റ് പിടിച്ചതെന്ന്. കിടുകിടാ വരച്ചാണ് നമ്മൾ ആ മുറിയിലോട്ട് കയറുന്നത്. അപ്പോൾ ഒന്നാമത് ഇരുട്ടാണ്, മുറി ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. ഈ നിലവിളക്കിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ കൊണ്ട് ടേബിളെ കൊണ്ട് വെക്കുന്നു. ഞങ്ങൾ ഇറങ്ങിയിട്ട് മുറി അടയ്ക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ പുള്ളി വീണ്ടും എന്നെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് കയറുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന എൻ്റെ മനസ്സിൽ ഈ പ്ലേറ്റ് കാലിയായെന്ന് കരുതിയിരുന്നു. പക്ഷെ ചെന്നപ്പോഴാണ് പ്ലേറ്റ് കാലിയൊന്നുമല്ല, അവിടെ ഭക്ഷണം ഇരിപ്പുണ്ട്, ഗ്ലാസ്സിനകത്ത് ആ മദ്യം ഇരിപ്പുണ്ട്. ഈ പ്രായമായ വ്യക്തി ആ പ്രായമുള്ള അപ്പച്ചൻ്റെ അമ്മച്ചൻ്റെയും ഫോട്ടോയുടെ മുന്നിൽ ഒരു 2 സെക്കൻഡ് എന്തോ പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇരുന്ന് ഇതെല്ലാം അവിടെ പെട്ടെന്ന് കഴിച്ച് മദ്യം എടുത്ത് കുടിച്ച് ഇറങ്ങിപ്പോകാന്നുണ്ട്, തിരിച്ചിറങ്ങിപ്പോയിരുന്നു. പുറത്ത് നിന്ന് ആൾക്കാർ ഇതൊന്നും കാണുന്നില്ല, മുറി അടച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ കാണുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്കും അറിയാമായിരിക്കും. ഞാൻ പറഞ്ഞേ, ചില ആചാരങ്ങൾ, ചുമ്മാ അനുഷ്ഠാനങ്ങൾ ഒരു കാര്യമുള്ള കാര്യമല്ല, വെറുതെ ഈ പുതിയ തലമുറയെ പറ്റിക്കാനായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർക്കിടയിൽ ഒരു എന്താ പറയുക, ഒരു തെറ്റായ ഒരു ധാരണ കൊടുക്കാനായിട്ടും ചെയ്യും. നമുക്കറിയാതെ നമ്മൾ പറയത്തില്ല. ചിലപ്പം ഈ വ്യക്തിയുടെ കാലശേഷം അടുത്ത ആൾക്കാർ ഇത് തന്നെ തുടരുകയും ചെയ്യും.